സാഹിത്യമെന്നാൽ കനപ്പെട്ടതും ഗൗരവമേറിയതും ചരിത്രത്തിൻ്റെയും ഇതിഹാസങ്ങളുടെയും ഭാരം പേറുന്നതും ഒക്കെ ആവണമെന്ന് നിർബന്ധമുണ്ടോ? കൂടുതൽ പതിപ്പുകൾ വിറ്റഴിക്കപ്പെടുന്ന ഒരു പുസ്തകവും അധികം വിറ്റുപോകാത്ത പുസ്തകവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കൂടുതൽ പതിപ്പുകൾ വിറ്റുപോയി എന്നതുകൊണ്ട് ഒരു പുസ്തകം നല്ല പുസ്തകമാവണമെന്നുണ്ടോ? അധികം പതിപ്പുകൾ വിറ്റുപോയില്ല എന്നതുകൊണ്ട് ഒരു പുസ്തകം മോശം പുസ്തകം ആവണമെന്നുണ്ടോ? നല്ല പുസ്തകവും മോശം പുസ്തകവും എന്ന പ്രയോഗം കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നല്ലത് എന്നത് തന്നെ ആപേക്ഷികമല്ലേ? MTയുടെ രണ്ടാം ഊഴവും അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദിയും നിരവധി പതിപ്പുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. TD രാമകൃഷ്ണൻ്റെ ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന നോവലും യുവ എഴുത്തുകാരി ജിസ്മ ഫൈസിൻ്റെ എൻ്റെ അരുമയായ പക്ഷിക്ക് എന്ന നോവലും പുതിയ പതിപ്പുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ പുസ്തകങ്ങളിൽ ഏതാണ് ശരിയായ സാഹിത്യം? അപ്പോൾ തെറ്റായ സാഹിത്യം എന്ന ഒന്നുണ്ടോ? ശരിയായ സാഹിത്യം എന്ന് ഞാൻ പറയുമ്പോൾ ഈ രീതിയിലുള്ള നിരവധി ചോദ്യങ്ങൾ മലയാള സാഹിത്യത്തിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ വായനാ ലോകത്ത് പുതിയ ഉണർവ് പുതിയ തരം വായനക്കാരിൽ നിന്നടക്കം പ്രകടമാകുന്ന വേളയിലാണ് ഇന്ന് നമ്മൾ ജിസ്മ ഫൈസ് എന്ന എഴുത്തുകാരിയും ചിത്രകാരിയുമായി സംസാരിക്കാൻ പോകുന്നത്. ജിസ്മയുടെ എൻ്റെ അരുമയായ പക്ഷിക്ക് എന്ന നോവലുമാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സ്വാഗതം ജിസ്മ. എൻ്റെ അരുമയായ പക്ഷിക്ക് എന്ന ജിസ്മയുടെ നോവൽ 2024 മെയ് മാസത്തിൽ DC ബുക്സ് പ്രസിദ്ധീകരിച്ച 7 പതിപ്പുകളിലായി 8000-ഓളം കോപ്പികളാണ് വിറ്റുപോയിരിക്കുന്നത്. ഇനിയും ആ പുസ്തകത്തിൻ്റെ വിൽപ്പന തുടരാൻ തന്നെയാണ് സാധ്യത എന്ന് ഇപ്പോഴത്തെ പുസ്തക വിപണിയിലെ തരംഗങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ നന്ദൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനും ആയിഷ എന്ന യുവതിയുമായുള്ള പ്രണയമാണല്ലോ ഈ നോവലിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. ആദ്യ പുസ്തകം ഇങ്ങനെ പ്രണയം നിറഞ്ഞ ഒരു ലൈറ്റ് വെയ്റ്റ് പുസ്തകമാക്കാൻ എന്തായിരുന്നു ജിസ്മ കാരണം? എല്ലാവർക്കും പുസ്തക പൂമുഖത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് സന്തോഷം പുസ്തകത്തെക്കുറിച്ച് കുറച്ച് നേരം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന ഈ അവസരം ഒരുപാട് സ്നേഹത്തോടെ കാണുന്നു. പ്രണയത്തെക്കുറിച്ച് എഴുതാൻ ഇഷ്ടമാണ്. ഏത് സബ്ജക്റ്റിനെ കുറിച്ച് എഴുതുമ്പോഴും അതിൽ പ്രണയം കടന്നു വരും എന്നുള്ളതാണ്. ആദ്യത്തെ എഴുത്ത് ഒരു ക്രൈം ഫിക്ഷൻ എഴുതാനോ അല്ലെങ്കിൽ ഒരു ഹൊറർ ഫിക്ഷൻ എഴുതാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ കൂടെ അതിനുള്ള ഒരുപാട് കടമ്പകൾ കടക്കണം എന്നുള്ളത് എനിക്ക് എൻ്റെ ഒരു ബോധ്യം തന്നെയാണ്. പക്ഷെ പ്രണയം എന്നുള്ളൊരു വസ്തുത, എൻ്റെ ചിന്തയിലുള്ള പ്രണയത്തെക്കുറിച്ച് എഴുതാൻ എൻ്റെ വായനയും എൻ്റെ ജീവിതാനുഭവങ്ങളും എൻ്റെ ചിന്തകളും മാത്രം മതി എന്നുള്ളൊരു അവസ്ഥയിലാണ്. ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത, ഒട്ടും പ്ലാൻഡ് അല്ലാത്ത, ഒരുപാട് കാത്തിരുന്ന് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തൊന്നും ചെയ്തിട്ടുള്ള എഴുത്തല്ല. ഒരിക്കലും ഞാൻ എഴുതണം എന്ന് ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിച്ച് ഒരു ഘട്ടം എത്തിയപ്പോൾ എഴുതാം എന്ന് തോന്നി എഴുതി തുടങ്ങിയതാണ്. ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ക്യാൻവാസിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ക്യാൻവാസിൽ നമുക്ക് പരിമിതികളുണ്ട്. അപ്പോൾ അത്തരത്തിൽ എത്രമാത്രം ആളുകളിലേക്ക് അത് എനിക്ക് കൺവേ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഘട്ടം എത്തിയപ്പോഴാണ് എഴുതണമെന്ന് തോന്നിയത്. അത്തരത്തിൽ എഴുതാൻ തോന്നിയപ്പോൾ ആദ്യം എഴുതാൻ തോന്നിയത് പ്രണയത്തെക്കുറിച്ച് തന്നെയാണ്. പ്രണയം എഴുതാൻ എനിക്ക് ഇഷ്ടമാണെന്നതിലുപരി എനിക്ക് എൻ്റേതായ ചിന്തകൾ മാത്രം മതിയാവും അത് എഴുതാൻ എന്നുള്ളൊരു ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രണയം എഴുതിയത്. എഴുതുമ്പോഴെല്ലാം ആശങ്കയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരു തുടക്കക്കാരി എന്ന നിലയിലുള്ള എല്ലാ ആശങ്കയും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത് വായനക്കാരത് ഏറ്റെടുത്തതിൽ, അതിൻ്റെ വായനക്കാരുടെ അഭിപ്രായങ്ങൾ അറിയുന്നതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അതാണ് പ്രണയം. വായനക്കാരെ കുറിച്ചിട്ട് ജിസ്മ പറയുമ്പോൾ, വായനക്കാർ അത് ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ, ആരാണ് ജിസ്മയുടെ വായനക്കാർ എന്ന് ജിസ്മയ്ക്ക് ഇത്രയും നാളുകൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ പുസ്തകം വായിച്ചതിന് ശേഷം അതേക്കുറിച്ച് പറയാൻ വേണ്ടി ഫോണിൽ വിളിക്കുന്നവർ, അതേക്കുറിച്ച് സന്ദേശങ്ങൾ അയക്കുന്നവർ, ഏതെങ്കിലും സാഹിത്യ സമ്മേളനങ്ങളിൽ ചെല്ലുമ്പോൾ അടുത്തേക്ക് വന്നുകൂടുന്നവർ, ആ ആൾക്കൂട്ടത്തെ അവരാണ് എൻ്റെ വായനക്കാർ എന്ന് മനസ്സിലാക്കുമ്പോൾ ആ വായനക്കാർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവർ എവിടെ നിന്ന് വരുന്നു? ഏതുതരം മനസ്സുള്ളവരാണ് അവർ? എൻ്റെ വായനക്കാർ എന്ന് പറയുന്നത് ഇവരാണ് എന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഒരു അടുപ്പം അവരുമായിട്ടുണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ വായനക്കാരെന്നെ തേടി വരുന്നത് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നൊരു കാര്യമാണ്. കാരണം ഒരു പുസ്തകത്തെ ഇഷ്ടപ്പെടുന്നതിലുപരി അത് എഴുതിയൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു അവസ്ഥ, അതൊരു എഴുത്തുകാരിയെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. കാരണം അവർക്ക് തിരിച്ചറിയുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ബ്ലർബിൽ ഞാൻ എഴുതിയിട്ട് ഒരു നോവൽ എഴുതി കഴിഞ്ഞപ്പോൾ ഒരു ബ്ലർബ് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ചെയ്തത് നിങ്ങൾക്കൊരു വാക്കിലെങ്കിലും കണ്ടെത്താനാകും എന്നുള്ളതാണ്. പക്ഷെ അത് എത്രമാത്രം അർത്ഥവത്താവും എന്നുള്ളത് എൻ്റെ വായനക്കാരനിലേക്ക് വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്.
അവർ ഓരോരുത്തരും അവരെ തന്നെ കണ്ട് എനിക്ക് കൂടുതലും മെസ്സേജുകൾ വരുന്നത് രാത്രികളിലാണ്. ഈ പുസ്തകം വായിച്ച് അർദ്ധരാത്രികളാണ്, ഞാൻ രാവിലെ എണീക്കുമ്പോഴാണ് എൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ കാണാറുള്ളത്. അപ്പോൾ അതിൽ അവരുടെ ശബ്ദമിടറിയ വോയിസുകൾ ഉണ്ടാവാറുണ്ട്, അവരുടെ സങ്കടങ്ങൾ പറഞ്ഞുള്ള മെസ്സേജുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എൻ്റെ വായനക്കാർ, എനിക്ക് പ്രായങ്ങൾ പറയാനില്ല, ഇന്ന കാറ്റഗറിയിൽ പെട്ടവരാണെന്ന് പറയാനില്ല. ജീവിതത്തെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന, പ്രണയത്തെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് എന്നെ തേടി വരുന്നത്. എല്ലാവരും, നമ്മളെല്ലാവരും പ്രണയമുള്ളവരല്ലേ. പ്രണയം എന്നുള്ളൊരു സംഭവം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പം അത്തരത്തിൽ അതിലൂടെ കയറി ഇറങ്ങിയ മനുഷ്യരാണ്, പ്രണയത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു തലത്തിൽ കണക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യരാണ് എൻ്റെ വായനക്കാർ. അതുകൊണ്ട് ഇന്ന ആളുകളാണ് എൻ്റെ വായനക്കാരെന്ന് എനിക്കെടുത്ത് പറയാൻ പറ്റില്ല. അവരുടെ ജീവിതത്തെ എത്രമാത്രം അവർ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്, അവരുടെ പ്രണയത്തെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വായനക്കാരെന്നെ തേടി വരുമ്പോൾ തോന്നുന്നത്. ആ ഒരു സ്നേഹം എനിക്കും കൂടെ അവർ പകർന്നു. കാരണം അവരെ ഞാൻ അറിഞ്ഞു എന്നുള്ളതാണ് അവർ പറയുന്നത്. എങ്ങനെ എന്നെ മനസ്സിലാക്കി, അല്ലെങ്കിൽ എങ്ങനെ എൻ്റെ കഥയെ അറിഞ്ഞു എന്നുള്ള. അപ്പോൾ ഇതെല്ലാവരുടെയും കഥയാണ്, ഒരാളുടെ കഥയല്ല, ഇതെല്ലാവരുടെയും ഈ ജീവിതത്തിൽ പ്രണയത്തിലൂടെ കടന്നുപോയ എല്ലാ മനുഷ്യരുടെയും കഥയാണ്. ഏതെങ്കിലുമൊക്കെ ഇതിൽ ഒരു പ്രണയത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഒരുപാട് പ്രണയങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പല തലമുറകളിലുള്ള പല തലങ്ങളുള്ള പ്രണയങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആയിഷയുടെയും നന്ദൻ്റെയും ഒരു പ്രണയത്തിൻ്റെ മുഖഛായയല്ല ഷെറിൻ്റെയും ആസിഫിൻ്റെയും പ്രണയത്തിന്, ശ്യാമിൻ്റെയും ജാനകിയുടെയും പ്രണയത്തിന്, അല്ലെങ്കിൽ നന്ദൻ്റെയും ലക്ഷ്മിയുടെയും പ്രണയത്തിന്. അപ്പോൾ എല്ലാ തലത്തിലുള്ള പ്രണയത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ അതിലേതെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യങ്ങൾ കണക്ട് ചെയ്യാൻ വായനക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു വായനക്കാരാണ് എന്നെ തേടി വരുന്നത്. പ്രായമില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം എന്നെ കാണാൻ വന്ന, ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ പറയുകയുണ്ടായി, റിട്ടയർഡ് ആവാറായ ഒരു ടീച്ചർ എന്നെ 3 മാസത്തെ കാത്തിരിപ്പിന് ശേഷം KLF-ൻ്റെ വേദിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രായത്തിലും ഉൾപ്പെടുത്താൻ കഴിയാത്ത, ന്യൂ ജനറേഷനെന്നോ അല്ലെങ്കിൽ പഴയ ആൾക്കാരെന്നോ ഒന്നും ഉൾപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ എനിക്ക് വായനക്കാരെ കിട്ടുന്നുണ്ട്. ആ വായനക്കാരുടെ സ്നേഹം പുസ്തകത്തിനേക്കാൾ ഉപരി അതിൽ എന്നിലേക്ക് പകർന്നു തരുന്നുള്ളതിൽ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ ഒരുപാട് സന്തോഷിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ ശീർഷകം എൻ്റെ അരുമയായ പക്ഷിക്ക് എന്നതാണ്. ഈ ഒരു ശീർഷകത്തിനും ഈ ഒരു പുസ്തകം ഈ രീതിയിൽ വിൽപ്പന മൂല്യമുള്ള, കൂടുതൽ ആളുകൾക്ക് താല്പര്യമുള്ള ഒരു പുസ്തകമായിട്ട് മാറാൻ ഇടയാക്കിയിട്ടുണ്ടോ? കാരണം എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ, ഒരു മൃദുല മനസ്സുള്ള എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ അരുമയായി കാത്തു സൂക്ഷിക്കേണ്ട ഒന്ന്, അതൊരു വ്യക്തിയാവാം, ഒരു കാമുകനാവാം, കാമുകിയാവാം, ഏറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യ ജീവനാവാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ട വസ്തുവാവാം. അരുമയായി കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഒന്ന് ജീവിതത്തിൽ ഉണ്ട് എന്ന് കരുതുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ശീർഷകമായിട്ട് ഇത് വരുന്നു. ഈ നോവൽ എഴുതി കഴിഞ്ഞതിന് ശേഷമാണോ ഈ ഒരു ശീർഷകം വന്നത്, അതോ ഈ നോവലിൻ്റെ ഒരു ഭാഗത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ എൻ്റെ അരുമയായ പക്ഷി എന്ന് നന്ദൻ പറയുന്ന ആ ഭാഗത്ത്, അവിടെ ആ സമയത്ത് മനസ്സിലേക്ക് അതിൻ്റെ ശീർഷകം വരികയായിരുന്നോ ചെയ്തത്? ഇത് എഴുതി കഴിഞ്ഞിട്ട് ശേഷമുണ്ടായ ഒരു ടൈറ്റിലല്ല. ഇപ്പോൾ മനീഷ് ചോദിച്ചതുപോലെ പുസ്തകത്തിൻ്റെ ടൈറ്റിലിനേക്കാൾ ഉപരി ഇതിൻ്റെ ആ ഒരു കവർ പിക്ക് കണ്ടിട്ട് ഒരുപാട് ആളുകൾ പുസ്തകം വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ ടൈറ്റിലിനെ കുറിച്ചും അവർ വായനയ്ക്ക് ശേഷമാണ് ആ ടൈറ്റിലേക്ക് അവർ ഒന്നുകൂടെ നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി വായനക്കാർ, ഒത്തിരി പെൺകുട്ടികൾ, ഒത്തിരി ആൺകുട്ടികളൊക്കെ വായനയ്ക്ക് ശേഷമായ ടൈറ്റിലേക്ക് ഞങ്ങൾ നോക്കിപ്പോവും, അല്ലെങ്കിൽ ആ ചിത്രത്തിലോട്ട് ഞങ്ങൾ നോക്കിപ്പോവും എന്ന് പറയുമ്പോൾ ആ ചിത്രം ഞാനാണ് വരച്ചത്. ഒരു ചിത്രകാരി എന്ന നിലയിലും എനിക്കൊരുപാട് സന്തോഷം തോന്നും. ഈ ടൈറ്റില് എനിക്ക് തോന്നുന്നു, എനിക്ക് ഈ വിളിപ്പേരുകളോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷേ ഈ ഒരു അരുമയായ എന്നൊരു വാക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും സുന്ദരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു വാക്കാണ് അരുമയായ പക്ഷി. അത് പക്ഷി എന്നുള്ളത് ഞാൻ ചേർത്തതാണ്. ഈ അരുമയായ എന്നുള്ളത് ഏറ്റവും സ്നേഹത്താലെ, ഇപ്പോൾ മനീഷ് പറഞ്ഞ പോലെ പ്രണയത്തെ ഏറ്റവും ഭംഗിയായി ചേർത്ത് വെക്കുന്ന ഒരു വാക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്തരത്തിൽ നന്ദൻ്റെ അരുമയായ പക്ഷിയാണ്, അതായത് നന്ദൻ്റെ ആദ്യത്തെ ആ ഒരു ട്രെയിൻ യാത്രയിലാണ് നന്ദൻ ആ ഒരു പേര് വിളിക്കുന്നത്, മനസ്സുകൊണ്ട് വിളിക്കുന്നത്. ഒരു അരുമയായ ഒരു എന്താ പറയുക, സ്നേഹത്തിൻ്റെ ഒരു പൊതിഞ്ഞു പിടിക്കലുണ്ട് അരുമയായ എന്നൊരു വാക്കിന്. സ്നേഹത്തിൻ്റെ ഏറ്റവും ഊഷ്മളമായ ഒരു പൊതിഞ്ഞു പിടിക്കലുണ്ട് അരുമയായ വാക്ക്. ആ ഒരു വാക്ക് എൻ്റെ വായനക്കാരെല്ലാവരും ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ്. ആ പുസ്തകത്തെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പലയിടത്തും എന്നെ കണ്ട് പരിചയപ്പെടുന്ന, അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്യുന്ന ആളുകളെല്ലാം എൻ്റെ അരുമയായ പക്ഷി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. അത്തരത്തിൽ അത്രയും ആർദ്രമായ ഒരു വിളിപ്പേര് എനിക്ക് എൻ്റെ പുസ്തകം നേടിത്തന്നു എന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. തീർച്ചയായിട്ടും ആ ടൈറ്റിൽ അങ്ങനെ ജിസ്മയെ എൻ്റെ അരുമയായ
എഴുത്തുകാരി എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും. അതിൽ ഒരു സംശയം എനിക്കുള്ളത്, ഈ പുസ്തകത്തിലെ നന്ദൻ അടക്കമുള്ള കഥാപാത്രങ്ങൾ, ആയിഷയാവട്ടെ, അവരെല്ലാവരും ജീവിതത്തിൻ്റെ സുഖകരമായ ഒരു മേഖലയിൽ നിന്നുകൊണ്ട് തങ്ങളുടെ വൈകാരികമായ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ആത്മസംഘർഷങ്ങളിലൂടെയും പ്രണയത്തിൻ്റെ തലങ്ങളിലൂടെയും പോകുന്നു എന്നല്ലാതെ ഈ ഒരു സമൂഹത്തിൽ, സംഘർഷം നിറഞ്ഞ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരുടെ പ്രതിസന്ധികൾ അതിൽ വരുന്നില്ല. വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, സമാധാന പ്രശ്നങ്ങൾ, കുറ്റകൃത്യങ്ങൾ, ഇതെല്ലാം നിറഞ്ഞ ഒരു ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ട പ്രതിസന്ധികളൊന്നുമില്ലാതെ, അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സൂചനയുമില്ലാതെ സുരക്ഷിതമായൊരിടത്ത് നിന്നുകൊണ്ട് സ്വന്തം പ്രണയത്തെയും ആത്മസംഘർഷങ്ങളെയും മനോദുഃഖങ്ങളെയും കുറിച്ച് വിചാരപ്പെടുന്ന മനുഷ്യരായിട്ട് പോകുന്നു. അങ്ങനെ ബാക്കിയുള്ളവയെല്ലാം തുടച്ചു നീക്കിയിട്ട് ഇവരിലേക്ക് മാത്രം എത്തിച്ചത് കൊണ്ടാണോ അത്തരം സങ്കീർണതകളൊന്നും ഇഷ്ടപ്പെടാത്ത വായനക്കാർ ഒരു സുഖകരമായ വായനയ്ക്ക് പറ്റിയ പുസ്തകം എന്നുള്ള നിലയ്ക്ക് ഇതിനെ സമീപിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അത് എന്തൊക്കെ തന്നെയാണെങ്കിലും വായന ഒരു അനുഭൂതിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഈയിടെയായിട്ട് എൻ്റെ വായന പഠനവിധേയമായിട്ടുള്ള വായനകളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഒരു ശരാശരി വായനക്കാരൻ്റെ വായന ഒരു അനുഭൂതിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്തരത്തിൽ വായിച്ചു തരുന്ന ഒരാളാണ്. ഈ കാണുന്ന കെട്ടുപാടിൽ നിന്നെല്ലാം വീർപ്പ് മുട്ടിയിട്ട് വീണ്ടും അത്തരത്തിലൊരു അവസ്ഥയിലോട്ട് വായിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഒരു ഊഷ്മളമായ വായന ആരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ എന്ന് കരുതി അരുമയായ പക്ഷി എന്നൊരു കൃതി ഒട്ടും വളരെ വളരെ നിസാരമായി സംസാരിച്ചു പോകുന്നൊരു കൃതിയല്ല. ഈ പറഞ്ഞ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കുന്നില്ലെങ്കിലും ജീവിതത്തിൻ്റെ പല സങ്കീർണതകളെക്കുറിച്ചും അരുമയായ പക്ഷി സംസാരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളെ ഇതിൽ ഉൾപ്പെടുത്താൻ നമ്മുടെ കഥയുടെ ഒരു ഘടന വെച്ചിട്ട് നമുക്കത് ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് വായിക്കുന്നവരായിക്കോട്ടെ, ഇതിലുള്ള കഥാപാത്രങ്ങളായിക്കോട്ടെ, ആ ചുറ്റുപാടുകളിൽ തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. ഒരു നന്ദൻ എന്ന കഥാപാത്രം തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരനാണ്, ഒരു അധ്യാപകനാണ്. അപ്പോൾ നന്ദൻ എന്ന കഥാപാത്രത്തിനും കഥാപാത്രത്തിൻ്റെതായ എല്ലാ ചിന്തകളും, സാമൂഹികമായുള്ള ചിന്തകളുണ്ട്. ആയിഷ എന്ന വ്യക്തിക്കുമുണ്ട്. പക്ഷെ നമുക്കത് എത്രമാത്രം ഈ ഒരു കൃതിയിൽ പ്രതിഫലിപ്പിക്കാൻ പറ്റുമെന്നുള്ളതൊരു ചോദ്യം തന്നെയല്ലേ. അപ്പോൾ ഇതിൽ പ്രണയമാണ്, അല്ലെങ്കിൽ ജീവിതമാണ്, ജീവിതത്തിൻ്റെ സങ്കീർണതകളാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു വായനക്കാർ ഈ ചോദ്യം പോലെ തന്നെ എന്താ പറയുക, അവരുടെ എല്ലാ തിക്കുമുട്ടലിൽ നിന്നും, ഈ വിലകയറ്റത്തിൽ നിന്നും, മറ്റുള്ള സാമൂഹികപരമായ എല്ലാ ചുറ്റുപാടിൽ നിന്ന് അവർ റിലീഫ് തേടുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് അവരൊന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു പുസ്തകം. ഇത്തരത്തിലുള്ള എല്ലാ പുസ്തകങ്ങളും അവരുടെ ജീവിതം ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവില്ല. അവരുടെ സാമൂഹികമായുള്ള ചുറ്റുപാടിൽ അവരങ്ങ് ജീവിച്ചു പോവുകയാണ്. ഇതെന്താണ് എൻ്റെ ജീവിതം, അല്ലെങ്കിൽ എന്തായിരുന്നു ഇത്ര കാലം നടന്നത് എന്നുള്ളൊരു ചിന്ത അവർക്ക് വരുന്നില്ല. ഒരു പക്ഷേ ഈ കൃതി വായിക്കുന്ന 2-2.5 മണിക്കൂറാണ് അവരിലേക്ക് അവരൊന്ന് തിരിഞ്ഞു നോക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനും വേണം ചില പുസ്തകങ്ങൾ എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. കാരണം ഞാൻ അത്തരത്തിൽ വായന എടുക്കുന്ന ആളാണ്, അത്തരത്തിൽ ജീവിതത്തെ വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ജിസ്മ ഫൈസ് എഴുതിയ എൻ്റെ അരുമയായ പക്ഷിക്ക് എന്ന ഈ നോവലിലെ ഒരു ഖണ്ഡിക ഞാൻ വായിക്കുകയാണ്. അതിനുശേഷം എഴുത്തുകാരിയുടെ നാവിൽ നിന്ന് ഈ പുസ്തകത്തിലെ ചില വാക്യങ്ങൾ നമ്മൾക്ക് കേൾക്കുകയും ചെയ്യാം. നാളെ പുലരുമ്പോൾ അവർ ഇരുവരും തന്നിൽ നിന്നകന്ന് അവരുടേതായ ലോകങ്ങളിലേക്ക് ചേക്കേറും. ആ രാത്രി നന്ദന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പാഠപുസ്തകം മനഃപ്പാഠമാക്കിയിട്ടും ഉത്തരം തെറ്റിപ്പോയ ബാല്യമാണ് ഓർത്തത്. ചെയ്യുന്നതിലെല്ലാം ആത്മാർത്ഥത പുലർത്തുമ്പോഴും വീണ്ടും വീണ്ടും ജീവിതം ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കുന്നു. ചോദ്യശരങ്ങൾ തൊടുക്കുന്നു. ക്ഷീണിതനാണെങ്കിലും അത് നേരിടാൻ, അവയ്ക്ക് ഉത്തരം നൽകുവാൻ, കർമ്മങ്ങളും കർത്തവ്യങ്ങളും നിറവേറ്റുവാൻ താൻ ബാധ്യസ്ഥനാണ്. കാരണം ഞാൻ ജീവിതത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഈ തുച്ഛമായ ജീവിതത്തിലെ എണ്ണമറ്റ, മൂല്യമളക്കാൻ കഴിയാത്ത സന്തോഷങ്ങളിലും സൗഭാഗ്യങ്ങളിലും ഞാൻ തൃപ്തനാണ്. ജിസ്മ ഫൈസ് ഈ ഒരു പുസ്തകത്തിൻ്റെ പല ഘട്ടങ്ങളിലും, ചില ഖണ്ഡികകളിലൊക്കെ അതിവിശാലമായിട്ട് വിശദീകരിച്ച് പറയേണ്ട ഇടങ്ങളിൽ ചുരുക്കിയെഴുത്തിൻ്റെ ഒരു ഭാഷ ആണ് ജിസ്മ സ്വീകരിച്ചതായിട്ട് കാണാൻ കഴിയുന്നത്. സൂര്യൻ വിട പറയാൻ ഒരുങ്ങി അവളും എന്ന രീതിയിലാണ് ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നത്. അതിന് വേണമെങ്കിൽ വിശദീകരിച്ച് 3-4 പേജുകൾ നിറയ്ക്കാമായിരുന്നു. അതിന് പകരം സൂര്യൻ വിട പറയാൻ ഒരുങ്ങി അവളും, അങ്ങനെയുള്ളൊരു കുറുക്കിയെഴുത്തിൻ്റെ രീതിയൊക്കെ ഈ ഒന്നാമത്തെ പുസ്തകത്തിൽ തന്നെ എങ്ങനെയാണ് ലഭിച്ചത്? കുട്ടിക്കാലത്തെ വായനകളൊക്കെ അതിന് ഉപകരിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ എന്നെ സ്വാധീനിക്കുന്നുണ്ട്. ഈ ചുരുക്കിയെഴുത്ത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഭാരമുള്ളൊരു കാര്യമാണ്. കാരണം ഒരു നോവൽ എഴുതുമ്പോൾ ചുരുക്കിയെഴുത്ത് ഒരു വെല്ലുവിളിയാണ്. എത്ര എഴുതിയാലും പേജുകൾ ഉണ്ടാവാൻ വേണ്ടി ഞാൻ എഴുതാറില്ല. എങ്കിൽ പോലും ഒരു നോവൽ എന്ന രീതിയിൽ അതിന് എനിക്കൊരു വലിച്ചു നീട്ടുന്നൊരു അവസ്ഥ എനിക്ക് കിട്ടുന്നില്ല. അത് എൻ്റെ ചുരുക്കിയെഴുത്ത് ഇത് തന്നെ
രണ്ടാമത്തെ ഒരു എഴുത്തിലാണ് എനിക്ക് ഇത്രയും പേജെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ചുരുക്കിയത് എൻ്റെ ഒരു അവസ്ഥയാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ലതും മോശവുമായ ഒരു അവസ്ഥയാണ്. അതെൻ്റെ വായന കൊണ്ട് തന്നെ കിട്ടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തും അത്തരത്തിലുള്ള പറഞ്ഞു നിർത്തുന്ന ഒരു രീതിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്തരത്തിലുള്ള എഴുത്തും അത്തരത്തിലുള്ള പുസ്തകങ്ങളും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ളൊരു വരികൾ ക്രിയേറ്റ് ചെയ്ത് ആ സമയത്തല്ല, ഈ വായിച്ച ആളുകൾ അത് പിന്നീട് പറയുമ്പോഴും അല്ലെങ്കിൽ പിന്നീട് എവിടെയെങ്കിലും കുറിച്ചിട്ടത് കാണുമ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എത്ര മനോഹരമാണ് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ ബനീഷ് വായിച്ചതിൻ്റെ ഒരു തുടർച്ചയെന്നോണം ഞാൻ എൻ്റെ ബാക്കി വരികൾ വായിക്കാം. ജീവിതമേ, ഞാൻ നിന്നെ ശ്വസിക്കുന്നു, നിന്നെ കാണുന്നു, നിന്നെ കേൾക്കുന്നു, നിന്നെ രുചിക്കുന്നു, നിന്നെ പ്രണയിക്കുന്നു. എൻ്റെ ജീവിതമേ, ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. എത്ര പരീക്ഷണങ്ങൾ നീ നൽകിയാലും ഇന്നോളം നീ പകർന്ന നേരിൻ്റെ വെട്ടം നീ നയിക്കുന്ന യാത്രയിലെ ഏതു കൂരിരുട്ടിലും എനിക്ക് തുണയാകുന്നു. അതിനാൽ തന്നെ ജനനമെന്ന തുടക്കത്തെ ആഹ്ലാദത്തോടെ പുൽകുവാനും മരണമെന്ന ഒടുക്കത്തെ ആവേശത്തോടെ കാത്തിരിക്കുവാനും എനിക്കാവുന്നു. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വരികളാണ്. ഈ പുസ്തകത്തിലെ നന്ദൻ എന്ന ക്യാരക്ടർ പറയുന്ന വരികളാണത്. ഈ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന വേളയിൽ കഥാപാത്രങ്ങളുടെ മാനസിക സംഘർഷങ്ങളും വ്യഥകളും പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം സ്വന്തം മനസ്സിലേക്ക് കയറി വരികയും കണ്ണു നിറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതിലെനിക്ക് തോന്നുന്നു 19ാമത്തെ അധ്യായം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള അധ്യായമാണ്. എല്ലാ അധ്യായങ്ങളും എനിക്കിഷ്ടമാണ്. പല ഘട്ടങ്ങളിലും ഞാൻ ഇമോഷണലി ഫീൽ ചെയ്തിട്ടുണ്ട്. 19ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ആയിഷ എന്നൊരു ക്യാരക്ടറിൻ്റെ ആയിഷ എന്നൊരു ക്യാരക്ടർ എൻ്റെ മനസ്സിലൊരു ബിംബമായി തീരുന്ന ഒരു അവസ്ഥ അതായിരുന്നു. അങ്ങനെ സാധിക്കണം, മനുഷ്യർക്ക് അങ്ങനെ സാധിക്കണം. ത്യാഗം എന്നൊന്നല്ല അതിനെ പറയുന്നത്. അതൊരു ത്യാഗമായിട്ടല്ല, അതിനപ്പുറം അതൊരു ജീവിതമായി കാണുന്ന ഒരു വ്യക്തിക്ക് അതങ്ങനെ കാണാൻ കഴിയുള്ളൂ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ആദ്യത്തെ ജീവിതത്തിലുണ്ടായൊരു വ്യക്തി മറ്റൊരു സ്ത്രീയുമായി കടന്നു വരുമ്പോൾ ആയിഷയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു പെരുമാറ്റ രീതി അത് എഴുതിയപ്പോൾ എനിക്ക് ആ ഒരു അധ്യായം ഞാൻ പലവട്ടം ഞാൻ എൻ്റെ നോവലിൽ ആവർത്തിച്ച് വായിച്ചിട്ടുള്ള ചില പോർഷൻസ് മാത്രമല്ല, അതിലൊന്നാണ് ആ ഒരു 19ാമത്തെ അധ്യായം. അതുകൂടാതെ ഈ നന്ദൻ എന്ന വ്യക്തിയുടെ മായിട്ടുള്ള കുറച്ച് നല്ല നിമിഷങ്ങളുണ്ട്. അതും ഞാൻ ആവർത്തിച്ച് വായിച്ച് നോക്കിയിട്ടില്ല. അല്ലാതെ പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഞാൻ പുസ്തകം അധികം വായിച്ചിട്ടില്ല. അങ്ങനെയുള്ള ചില മൊമെൻറ്റ്സ് ഞാൻ ഇടയ്ക്ക് വായിച്ചു നോക്കാറുണ്ട്. മഴ പെയ്തൊഴിഞ്ഞിട്ടും തോരാത്ത മരം പെയ്ത്ത് പോലെ എന്നാണ് ഇതിൽ 4ാമത്തെ അധ്യായത്തിൻ്റെ ശീർഷകമായിട്ട് നൽകിയിരിക്കുന്നത്. അതേസമയം 12ാമത്തെ അധ്യായത്തിന് നൽകിയിരിക്കുന്ന പേര് തിരിച്ചറിവുകൾക്കായി ചില അധ്യായങ്ങൾ. ഇതിൽ ആദ്യത്തെ 4ാമത്തെ അധ്യായത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആദ്യമായിട്ട് എഴുതുന്ന ഒരു എഴുത്തുകാരിക്ക് ആർക്കും ഇടാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു കവിതാമയമായിട്ടുള്ള ഒരു ശീർഷകമാണ് മരം പെയ്തൊഴിഞ്ഞിട്ടും തോരാത്ത മരം പെയ്ത്ത് പോലെ. പക്ഷേ 12ാമത്തെ അധ്യായത്തിന് നൽകിയിരിക്കുന്ന പേര് തിരിച്ചറിവുകൾക്കായി ചില അധ്യായങ്ങൾ. അത് പുതിയ കാലത്തെ നോവൽ രചനാ രീതികളുടെ ചില പ്രത്യേക ശൈലികളാണ്. നോവൽ ആണ് എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ ഒക്കെയുള്ള ചില പ്രത്യേകതരം ശീർഷകങ്ങൾ നൽകുക. അങ്ങനെയുള്ള ശീർഷകങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് വന്നു ചേർന്നതാണോ? ഇത് സത്യത്തിൽ അരുമയായ പക്ഷി എന്നൊരു കൃതി എൻ്റെ ഒരു ഇഷ്ടങ്ങൾ സാധിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയും. ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോഴാണ് അതിപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് കുറേ ഇഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ശീർഷകത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ചില വരികളിലാണെങ്കിലും പറഞ്ഞു നിർത്തലുകളാണെങ്കിലും ഇതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളാണ്. ഇപ്പോൾ അത് തിരിച്ച് കേൾക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ വരുമ്പോഴാണ് അതെങ്ങനെ സംഭവിച്ചു എന്നിപ്പോൾ ഞാൻ ഓർക്കുന്നത്. ഇങ്ങനെയുള്ള കുറേ പ്രസ്താവനകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അലങ്കാരങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടങ്ങളെല്ലാം ഞാൻ എൻ്റെ ഈ ഒരു പുസ്തകത്തിൽ ഞാൻ സാധിച്ചെടുത്തു എന്നുള്ളതാണ്. ഇനി അടുത്തൊരു കൃതി എഴുതുമ്പോൾ ഇപ്പോൾ 2ാമത്തെ പുസ്തകം പുറത്തു വന്നു, അടുത്ത പുസ്തകം വരാനിരിക്കുന്നു. ഇപ്പോഴൊന്നും എനിക്ക് എഴുതുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം, അതായത് ചില ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. പക്ഷെ ഇതൊരു പ്രണയ പുസ്തകം ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എൻ്റെ ചിന്തകളെല്ലാം തന്നെ അതിൽ ഉൾക്കൊള്ളിച്ചത് കൊണ്ടാവാം എനിക്ക് എൻ്റെ ഒരുപാട് ഇഷ്ടങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ശീർഷകങ്ങളെല്ലാം ആ ഇഷ്ടത്തിൽ പെടുന്നതാണ്. ഈ മരം പെയ്ത്ത് എന്നുള്ളൊരു വാക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള വാക്കാണ്. പിന്നെ എല്ലാ അധ്യായത്തിലും ആ വരികളുണ്ട്. ഓരോ ടൈറ്റിലും ആ അധ്യായത്തിൽ ഞാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ പറഞ്ഞു വെക്കുന്ന വരികളാണ് ഞാൻ ടൈറ്റിലായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് പിന്നീട് എഡിറ്റിങ്ങിൻ്റെ സമയത്ത്, പ്രൂഫ് റീഡിങ്ങിൻ്റെ സമയത്ത് ഞാനത് വായിച്ചു നോക്കിയപ്പോൾ ഒരു വല്ലാത്ത ഭംഗി അതിനെനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് എഴുത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് സംഭവിച്ചു പോയതായിരിക്കും. എഴുതുന്ന സമയത്ത് മാത്രം സംഭവിക്കുന്ന കുറേ മിറാക്കിൾസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. എത്രയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്താലും
പെന്നെടുത്ത് പേപ്പറിലോട്ട് അത് പകർത്തുന്ന നേരത്ത് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തും എനിക്ക് സംഭവിച്ചു പോകാറ്. എനിക്കെന്നല്ല, എല്ലാ എഴുത്തുകാർക്കും അത് സംഭവിക്കുന്നതാണ്. അത്തരത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് മനോഹര നിമിഷങ്ങളാണ് ഈ ടൈറ്റിലും അത്തരത്തിലുള്ള വരികളും എല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ നോവലിൽ എൻ്റെ അരുമയായ പക്ഷിക്ക് എന്ന നോവലിലെ മിക്കവാറും കഥാപാത്രങ്ങളും അവർക്ക് മാനസികമായിട്ടുള്ള നിരവധി സംഘർഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവർ അവരുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവരവരുടേതായ സന്തോഷങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ്, പ്രണയം കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ്. ജിസ്മ ഫൈസും ജീവിതത്തിൽ എന്തൊക്കെയാണോ സാഹചര്യം, ആ സാഹചര്യങ്ങളിൽ നിന്ന് സ്നേഹവും പ്രണയവും ഒക്കെ ഉണ്ടാക്കിയെടുത്ത് തന്നെ പ്രണയിക്കുന്ന ഒരു പ്രകൃതം ജിസ്മയ്ക്കുണ്ടോ? എനിക്ക് ചോദ്യം ഒരുപാട് ഇഷ്ടമായി. ഇതിൻ്റെ അവസാന ഘട്ടമല്ല, ആദ്യ ഘട്ടം. കാരണം ഞാൻ ഈ നോവൽ എഴുതുമ്പോൾ ഒരുപാട് വായനക്കാർ അഭിപ്രായങ്ങളൊക്കെ എഴുതി പറയാറുണ്ട്, കാണുമ്പോൾ പറയാറുണ്ട്. അതെല്ലാം എന്നോട് പറ്റാവുന്ന രീതിയിൽ ഒരുപാട് വായനക്കാർ നമ്മളായിട്ട് കണക്റ്റ് അല്ല എന്നുള്ളത് ഇരിക്കെ തന്നെ ഒരുപാട് അഭിപ്രായങ്ങൾ കിട്ടിയത്. ഈ അഭിപ്രായങ്ങളെല്ലാം തന്നെ ആ വായനക്കാരൻ എന്താണോ ഉൾക്കൊള്ളുന്നത് അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപക്ഷെ അത് എൻ്റെ എഴുത്തിൽ എനിക്ക് ആ നേരത്ത് തോന്നിയിട്ടുള്ള കാര്യങ്ങളാവും. പക്ഷെ വളരെ ചുരുക്കം എന്ന് വെച്ചാൽ വളരെ ചുരുക്കം കുറച്ച് ആളുകൾ മാത്രമാണ് ഞാൻ എന്താണ് ഈ നോവലിൽ ഉദ്ദേശിച്ചത്, എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് പല കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ ചിലതെങ്കിലും പറയാൻ വളരെ ചുരുക്കം ആളുകൾക്കാണ് കഴിഞ്ഞത്. അതാണ് ഒരു എഴുത്തുകാരിയുടെ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ വിജയമെന്ന് വിചാരിക്കുന്നു. പല വായനകൾ നടന്നാലും പലതരത്തിലുള്ള ഉൾക്കൊള്ളലുകൾ നമ്മൾ പോലും ചിന്തിക്കാത്ത, എഴുതുന്ന വേളയിൽ പോലും ചിന്തിക്കാത്ത ദർശനങ്ങൾ ഉണ്ടായാൽ പോലും എഴുത്തുകാരൻ എന്തുദ്ദേശിക്കുന്നു അത് കിട്ടുന്നത് വളരെ വളരെ വലിയ കാര്യമാണ്. അപ്പം അത്തരത്തിലൊരു നിഗമനമാണ് ഈ ചോദ്യത്തിൽ തന്നെ എനിക്ക് കിട്ടിയത്. കാരണം എല്ലാ സംഘർഷത്തിൻ്റെ ഇടയ്ക്ക് ജീവിച്ച മനുഷ്യരാണ് അരുമയായ പക്ഷിയിലെ എല്ലാ ക്യാരക്ടേഴ്സും. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ തിരിച്ചോടുന്ന ഒരവസ്ഥ എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടും കേൾക്കുന്ന വാർത്തകളെല്ലാം തന്നെ അത്തരത്തിലുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ സംഘർഷങ്ങൾക്കിടയിലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ജീവിക്കുക എന്നുള്ളത് വലിയൊരു കരുത്താണ്. ആ കരുത്ത് തെളിയിച്ച ഒട്ടനവധി ക്യാരക്ടേഴ്സ് അരുമയായ പക്ഷിയിലുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൽ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് മനീഷ എന്നോട് ചോദിച്ചതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഒരാളാണ്. എത്രയൊക്കെ വിഷമമുണ്ടെങ്കിലും ഞാൻ സെൽഫ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ലൈഫിനെ ഞാൻ വല്ലാതെ പ്രണയത്തെക്കുറിച്ച് എഴുതുന്നു പറയുമ്പോൾ ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായ പ്രണയത്തിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ ജീവിതത്തെ നന്നായി പ്രണയിക്കുന്ന ഒരാളാണ്. എല്ലാ തലങ്ങളിലും കാണുന്ന കാഴ്ചയിലെല്ലാം ഞാൻ പ്രണയത്തോടെ വീക്ഷിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ജീവിതം എനിക്ക് മനോഹരമാക്കാൻ കഴിയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സങ്കടത്തിൽ പെട്ടുപോവില്ലേ, നമ്മൾ ഒരുപാട് ചിന്തിച്ച് വിഷമിച്ചിരുന്ന് പോവില്ലേ. അപ്പോൾ നമ്മൾ കാണുന്നതിലെല്ലാം പ്രണയത്തോടെ വീക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിൽ സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം എന്നെ ആരും കാണാനില്ലെങ്കിലും, എന്നെ ആരും കേൾക്കാനില്ലെങ്കിലും ഞാൻ തനിയെ എൻ്റെ ജീവിതം വളരെ ഭംഗിയായിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളാണ്. ഒരു വസ്ത്രം ഉടുക്കുന്നതായിക്കോട്ടെ, വീട്ടിലെ എന്തൊരു ചിട്ടകളായിക്കോട്ടെ, കുഞ്ഞുങ്ങളായിട്ടുള്ള നിമിഷങ്ങളായിക്കോട്ടെ, ഒരു ചെടിക്ക് കുറച്ച് വെള്ളം കൊടുക്കുന്നതായിക്കോട്ടെ, ചുമരിൽ കുറച്ച് ചിത്രങ്ങൾ ഹാങ് ചെയ്ത് വെക്കുന്നതായിക്കോട്ടെ, കാറ്റിൽ കർട്ടൻ ആടുന്ന മൂമെൻറ്റ്സ് പോലും വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത്തരത്തിൽ ലൈഫിനെ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ട് എനിക്ക് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ആയിഷ ജിസ്മ തന്നെയാണോ എന്നോട് ഒരുപാട് വായനക്കാർ ചോദിച്ചിട്ടുണ്ട്. ആയിഷ ഞാനെന്ന് പറയുന്നത് എനിക്ക് കഴിയില്ല. പക്ഷേ ആയിഷയുടെ ഒരുപാട് മാനറിസങ്ങൾ എന്നിലുള്ളതാണ്. ജീവിതത്തെ ഒരുപാട് പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ പ്രണയമുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രമാത്രം സന്തോഷവതിയായിട്ടിരിക്കാൻ കഴിയുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാത്ത ഒരാളും ഇല്ല. അപ്പോൾ ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ജീവിതത്തോട് നന്നായി അടുപ്പം വേണം. ജീവിതത്തെ മടുക്കുന്നവർക്ക് ജീവിക്കാൻ പറ്റില്ല. ആ അടുപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ ലൈഫ് വളരെ ഭംഗിയായിട്ട് പ്രണയിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. നമ്മുടെ സമൂഹത്തിൽ പല ഘട്ടങ്ങളിലും സ്ത്രീകളോട് പ്രത്യേകിച്ചും ചോദിക്കേണ്ടി വരുന്ന ചില ചോദ്യമായിട്ട് വരുന്നതാണ്, ആരെ കാണിക്കാനാണ് നീ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ. അവരോട് എന്നെ കാണിക്കാൻ, എന്നെ ബോധ്യപ്പെടുത്താൻ, എനിക്ക് ജീവിക്കാൻ, എനിക്ക് സന്തോഷിക്കാൻ, എന്നെ തന്നെ കാണാൻ എന്ന് പറയാവുന്ന ഒരു മറുപടി ഉണ്ടെങ്കിൽ പിന്നെ അതിനേക്കാളും വലിയ ഒരു ജീവിത ദർശനം അല്ലെങ്കിൽ ഫിലോസഫി വേറെ ഇല്ല എന്ന് പറയാവുന്ന ഒന്നാണോ? ഇപ്പോൾ ജിസ്മ പറയുന്നത് പോലെ വീട് വൃത്തിയാക്കി വയ്ക്കുന്നു, മുറ്റം വൃത്തിയാക്കി വെക്കുന്നു, ചെടികളിൽ പുതിയ പൂക്കൾ വരുന്നതിന് വേണ്ടി വെള്ളമൊഴിച്ചു കൊണ്ടിരിക്കുന്നു, നന്നായി വസ്ത്രം ധരിക്കുന്നു, ആരും വീട്ടിൽ വരാനില്ല, ആരും കാണാനില്ല എങ്കിൽ പോലും എന്ന് പറയുന്നത് ഒരു വലിയ ജീവിതത്തെ പ്രസന്നമായിട്ട് കാണാവുന്ന ഒരു ദർശനമാണ്. അപ്പോൾ എഴുതുന്നതും അതിനു വേണ്ടി തന്നെയാണ്. ആർക്ക് വേണ്ടി എഴുതുന്നു? എനിക്ക് വേണ്ടി എഴുതുന്നു, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വായനക്കാർ എന്നതാണോ? അത് ആ ഒരു ഫിലോസഫി എല്ലാവർക്കും വേണം. ഇത് ആണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ല, സ്ത്രീകൾക്ക് വേണ്ടി മാത്രമൊന്നുമല്ല. നമ്മൾ സ്നേഹിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ സിമ്പിളായിട്ട് പറ്റും.
ഇപ്പോൾ എനിക്ക് എൻ്റെ ചുറ്റുമുള്ളവരോട് ഒരുവിധ പരാതികളില്ലാത്തതും അവരോട് സ്നേഹം മാത്രമുള്ളതും എനിക്ക് എൻ്റെ ജീവിതത്തെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. ഞാൻ വളരെ മുഷിഞ്ഞ് ഞാൻ വളരെ നിരുത്സാഹവതിയായിട്ട് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിപ്രഷൻ മുഴുവൻ ഞാൻ എൻ്റെ ചുറ്റുള്ളവരിലേക്ക് പകരും. അപ്പോൾ ഞാൻ സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ ആ സന്തോഷം എനിക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. ഞാൻ ആദ്യം സന്തോഷവതിയായിട്ടിരിക്കാൻ ഞാൻ ശ്രമിക്കണം. എന്നാലേ അത് എനിക്ക് ഓപ്പോസിറ്റുള്ളവരെ, അതായത് എന്നെ സ്നേഹിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഓപ്പോസിറ്റുള്ള ഒരാളെയും കൂടെ സ്നേഹിക്കാൻ കഴിയും. അത് ഒരു സ്ത്രീക്ക് മാത്രമല്ല, എല്ലാവർക്കും അത് വേണ്ടത് തന്നെയാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സ്വയം ഒരു സ്പേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ആ ഒരു സ്നേഹം തന്നോട് തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ളവരോട് അത് പകർന്നു കൊടുക്കാൻ പറ്റും. ജീവിതത്തെ സ്നേഹിക്കുക, സ്വയം സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി സ്വന്തം ജീവിതത്തെ സ്നേഹിക്കുവാനേ പറയുള്ളൂ. ഇപ്പം എൻ്റെ രണ്ടാമത്തെ ടൈറ്റില് ജീവിച്ചിരിക്കെ മരിച്ച മനുഷ്യർ എന്നുള്ളൊരു ടൈറ്റിലാണ്. ആ ടൈറ്റിലിൻ്റെ പേരിൽ ആ പുസ്തകം ഒരുപാട് വിൽക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മരിക്കുന്ന, അത് ജീവിച്ചിരിക്കെ മരിച്ചു പോകുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും. ഓരോ ഘട്ടത്തിലും നമ്മൾ ചിന്തിക്കും ഇതിലും ഭേദം മരിക്കുന്നതായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു ഘട്ടവും താണ്ടി ജീവിക്കുന്ന നമ്മൾ എല്ലാവരും ലൈഫിനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ട ഒരു ഫിലോസഫിയാണത്. പിന്നെ ഞാൻ എഴുതുന്നത് എനിക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞാൽ എഴുതുന്ന വേളയിൽ അതെനിക്ക് വേണ്ടി മാത്രമാണ്. പക്ഷേ എൻ്റെ വായനക്കാർ അത് വായിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ എഴുതുന്നത്. എന്നെ തൃപ്തിപ്പെടുത്തുന്നു. അതിലൂടെ എൻ്റെ വായനക്കാരിലേക്ക് അത് എത്തണമെന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ അരുമയായ പക്ഷിക്ക് എന്ന ഈ നോവലിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ മുഖചിത്രം വരച്ചിരിക്കുന്നത് ജിസ്മ ഫേസ് ആണ്. എഴുത്തുകാരി മാത്രമല്ല, ചിത്രകാരി കൂടിയാണ്. ഈ പുസ്തകത്തിന് DC ബുക്സ് നൽകിയിരിക്കുന്ന ഒരു വിശേഷണം എന്ന് പറയുന്നത് കാതോർത്താൽ ഹൃദയമിടിപ്പ് കേൾക്കാവുന്ന ചില ജീവിതങ്ങൾ ഇവിടെയുണ്ട്. നിശബ്ദമായ പ്രണയത്താൽ ആത്മാവ് ബന്ധിക്കപ്പെട്ട ജീവിതങ്ങൾ. വായനയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഏതെങ്കിലും ഒരു താളിൽ, ഏതെങ്കിലും ഒരു വരിയിൽ, ഒരു വാക്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ മുഖാമുഖം കാണാം. ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളെ നേരിടേണ്ടി വന്നേക്കാം. ഒടുവിൽ മരണമില്ലാത്ത പ്രണയത്തിനും നീതി നൽകേണ്ട ജീവിത ബന്ധങ്ങൾക്കും മുന്നിൽ ആ ചോദ്യങ്ങൾ മൂകമാകും. കാരണം പച്ചയായ ജീവിത സത്യങ്ങൾക്ക് മുന്നിൽ പരുവപ്പെടുന്ന സാധാരണ മനുഷ്യജന്മങ്ങളാണ് നാം എന്നാണ് ആ പുസ്തകത്തെക്കുറിച്ചുകൊണ്ട് ഉള്ള വിശേഷണം നൽകിയിരിക്കുന്നത്. DC ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന എൻ്റെ അരുമയായ പക്ഷിക്ക് എന്ന ജിസ്മ ഫൈസ് എഴുതിയിരിക്കുന്ന ഈ നോവലിൻ്റെ വില 199 രൂപയാണ്. ഈ നിമിഷം നമ്മോടൊപ്പം വന്ന് ഇത്രയധികം നേരം ഈ പുസ്തകത്തെക്കുറിച്ച് വാചാലമായി സംസാരിച്ച എഴുത്തുകാരിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമസ്കാരം.